ന്യൂസിലൻഡിലെ വൺ ഓഫ് ദി ഫേമസ് വാട്ടർഫാൾസ് ആയിട്ടുള്ള ഡെവിൾ സ്പഞ്ച് ബോൾ വാട്ടർഫാൾസ് കാണാനായിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ആരോ പറഞ്ഞത് അടിപൊളി വാട്ടർഫാൾസ് ആണ്, എന്നാൽ പിന്നെ അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്തത് റെഡ് കളറുള്ള സ്റ്റോൺസ് ആയിരുന്നു. അയൺ ഓക്സൈഡിൻ്റെ ഡെപ്പോസിറ്റ് കാരണമാണ് അതിന് റെഡ് കളർ വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. ആ വാട്ടർഫാൾസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്ന് കണ്ടേക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ പോണ വഴിക്കേക്ക് ഇങ്ങനത്തെ നല്ല അടിപൊളി വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ആ കാടിൻ്റെ ഉള്ളിക്കോട്ടുള്ള നടത്തം മറക്കാനേ പറ്റുന്നില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. സമ്മറാണെങ്കിലും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. കുറേ നാളായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയല്ല, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറ്റങ്ങളൊക്കെ വരുമ്പം അത്യാവശ്യം അണയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ വാട്ടർഫാൾസ് കണ്ടേ പറ്റുമെന്നുള്ള ശബ്ദം എടുത്ത കാരണം ക്ഷീണമൊന്നും ഞങ്ങളെ തളർത്തിയില്ല. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂസ്, കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കയറ്റവും ഇറക്കവും പിന്നെ മരങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഇങ്ങനെ നടക്കുമ്പം വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് ഹായ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. നമ്മളും തിരിച്ച് ഹായ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈനലി വാട്ടർഫാൾസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. നല്ല അടിപൊളി വ്യൂസാണ്. വെള്ളമൊക്കെ തന്നെ കല്ലിൻ്റെ ഇടയിൽ കൂടെ തന്നെ വരുന്ന കാണാൻ എന്തൊരു ഭംഗിയല്ലേ. കുറച്ച് നേരം ഞങ്ങൾ തന്നെ ആസ്വദിച്ച് നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.